നമ്മളിനി വ്യക്തിപരമായ ഒരു അനുഭവം ഈശോയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ഒരു ഭാഗം കാണാനായിട്ട് പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 42 വരെയുള്ള തിരുവചനം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 42 വരെ. അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് ഒന്ന് ചെത്തി പ്രാർത്ഥിച്ച്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ഹല്ലേലൂയ. ഇനി മനസ്സിരുത്തി അർത്ഥം മനസ്സിലാക്കി ഉച്ചത്തിൽ ആ ഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 42 വരെ വായിക്കാമോ? അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? റബ്ബി, ഗുരുവെന്നാണ് ഇതിനർത്ഥം, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്ന് കാണുക. വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. വായിക്കേ. അപ്പോൾ 10-ാം മണിക്കൂർ ആയിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്, കേപ്പാ, പാറ എന്ന് നീ വിളിക്കപ്പെടും. അപ്പോൾ ഇത് എത്രാം ദിവസമാണ്? 3-ാമത്തെ ദിവസമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് 2-ാം ദിവസമാണ്. ഞാൻ 3 തെറ്റിച്ച് പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ 2-ാം ദിവസമാണ്. അപ്പോൾ ഇത് 3-ാമത്തേതാണ്. ഇത് 3-ാമത്തെ ദിവസം. എങ്ങനെയാണ് 3-ാമത്തെ ദിവസം എന്ന് മനസ്സിലായത്? അടുത്ത ദിവസം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. അപ്പോൾ ഇത് 3rd ഡേ ഓഫ് റെവലേഷനാണ്. 3-ാമത്തെ ദിവസം വെളിപ്പെടുത്തി. എന്താണ് വെളിപ്പെടുന്നത്? എന്താണ് ഈ ഭാഗത്തെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? യേശു ആരാണ്? യേശു ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ്. യേശു ആരാണ്? അതാണ് നമ്മൾ പതുക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. യേശു ആരാണ് എന്നതിൻ്റെ വെളിപ്പെടുത്തലാണ്. അപ്പോൾ അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ, എൻ്റെ ചോദ്യം, എവിടെ നിൽക്കുമ്പോൾ? എവിടെ ലൊക്കേഷൻ? ജോർദാന് അക്കരെ ബഥാനിയ. തൊട്ടു മുമ്പ് നമ്മൾ കണ്ടതാ. 1-ാം ദിവസത്തെ വെളിപാട് അവസാനിച്ചത് അവിടെയാണ് അല്ലേ? ജോർദാൻ അക്കരെ ബഥാനിയയിലാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ അവിടെ വെച്ച് തന്നെയാണ് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുന്നത്. പിന്നെ അവിടെ വെച്ച് തന്നെയാണ് ഇനി യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ 2 ശിഷ്യന്മാരുടെ കൂടെ നിൽക്കുകയാണ്. ആരൊക്കെയാണ് ഈ 2 ശിഷ്യന്മാർ? അതിൽ ഒരാൾ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ? അന്ത്രയോസ്. വേറൊന്നും പറയരുത്. അന്ത്രയോസ് ആണ് ഒരാൾ. മറ്റേ ആളോ? പരമ്പരാഗതമായി സഭാപിതാക്കന്മാരുടെ കാലം മുതലേ ഇത് യോഹന്നാനാണ് എന്നാണ് പറയുന്നത്. യോഹന്നാൻ ആരാണ്? ഈ സുവിശേഷം എഴുതിയ, അവൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനായ യോഹന്നാൻ. അവൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ, മറ്റേ ശിഷ്യൻ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ശിഷ്യൻ ആരാണ്? യോഹന്നാൻ എന്നാണ് പരമ്പരാഗതമായ അഭിപ്രായം. വ്യത്യസ്തങ്ങളായ സ്വരങ്ങൾ പലയിടത്തും ഉണ്ട്. പക്ഷേ നമുക്ക് എന്താണോ പരമ്പരാഗതമായി പഠിപ്പിച്ചു വന്നത് അത് മാത്രം നമ്മൾ സ്വീകരിച്ചാൽ മതിയാവും. അപ്പോൾ അത് യോഹന്നാനാണ്, ആ ബിലവഡ് ഡിസൈപ്പിളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അന്ത്രയോസും യോഹന്നാനും. അപ്പോൾ സ്നാപക യോഹന്നാൻ, ഈ അടുത്ത ദിവസം യോഹന്നാൻ എന്ന് പറയുന്നത് സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോടുകൂടെ, അന്ത്രയോസിനോടും യോഹന്നാനോടും കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്തറിയോ? യോഹന്നാനെ ഇതിന് ശേഷം യേശു ശരീരത്തിൽ പിന്നീട് കണ്ടിട്ടില്ല. ഇവർ തമ്മിലുള്ള ലാസ്റ്റ് സമാഗമമാണ്.
ഇതിനുശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യോഹന്നാൻ തടവിലാക്കപ്പെടും. പിന്നെ അവിടെ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്യും. അപ്പോൾ യേശുവും യോഹന്നാനും ഈ ഭൂമിയിൽ വെച്ച് അവസാനമായി കണ്ടുമുട്ടുകയാണ്. യേശുവും യോഹന്നാനും, യോഹന്നാനെ യേശു അവസാനമായിട്ട് കാണുന്നു. യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിനെ ആദ്യമായിട്ടും കാണുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞത്. യോഹന്നാൻ യേശുവിനെ അവസാനമായിട്ട് കാണുന്നു. യോഹന്നാൻ യേശുവിനെ അവസാനമായിട്ട്. ഇനി യോഹന്നാൻ യേശുവിനെ ഈ ഭൂമിയിൽ വെച്ച് കാണില്ല. ജയിലിൽ കിടന്നിട്ട് ആളയക്കും. നീ ആണോ? ഇടയ്ക്ക് ഒരു ചെറിയ സംശയം വരും യോഹന്നാന് ജയിലിൽ കിടക്കുമ്പോൾ, ഇവൻ തന്നെ ആണോ? കാരണം യോഹന്നാൻ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളൊന്നും അല്ല യേശു ചെയ്യുന്നത്. യേശു ആണ് മെശിഹായാണെന്ന് പരിശുദ്ധാത്മാവ് യോഹന്നാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ യോഹന്നാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് മെശിഹ വരുമ്പോൾ ചെയ്യുമെന്ന് യഹൂദന്മാർ ആ കാലഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്ന ഒന്നുമല്ല യേശു ചെയ്യുന്നത്. അതുകൊണ്ട് യോഹന്നാൻ ചെറിയൊരു സംശയം ഇടയ്ക്ക് വന്നു. അപ്പോൾ ആളെ വിട്ട് ചോദിച്ചു, നീ ആണോ വരാനിരിക്കുന്നവൻ എന്ന് ഉറപ്പിച്ച് ചോദിച്ചു. ഒരിക്കൽ കൂടെ ചോദിച്ചു. അപ്പം അത് ജയിലിൽ കിടക്കുന്ന സമയത്താണ് യോഹന്നാൻ യേശുവിനെ അവസാനമായിട്ട് കാണുന്നു. യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിനെ ആദ്യമായിട്ട് കാണുന്നു. എന്താ ഇവിടെ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഒരാളുടെ ജോലി ഈ പോയിന്റിൽ തീരുകയാണ്. അത് അയാൾ ആ ദീപം വേറെ 2 പേരിലേക്ക് കൊളുത്തി കൊടുത്തിട്ട് അയാൾ ഈ രംഗത്ത് നിന്ന് കൃതാർത്ഥനായി അപ്രത്യക്ഷനാവുകയാണ്. ഞാൻ ഈ ഭാഗം എൻ്റെ മുറിയിലിരുന്ന് വായിച്ച് ഒരുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഞാനൊരു ചിത്രം കണ്ടു. ആ ചിത്രം ഇതാണ്. അതായത് ജോർദാൻ നദിയുടെ തീരത്ത് യോഹന്നാൻ ഇങ്ങനെ നിൽക്കുന്നു. യോഹന്നാൻ്റെ 2 ശിഷ്യന്മാർ യേശുവിനെ യോഹന്നാൻ കാണിച്ചു കൊടുത്തത് കണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. യേശുവും ആ 2 ശിഷ്യന്മാരും കൂടെ നടന്ന് കാണാമറയത്തേക്ക് പോകുമ്പോൾ ഇയാൾ ഈ നദീതീരത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നു. എന്തൊരു മനോഹരമായ ചിത്രമാണത്. യേശുവിൻ്റെ കൂടെ ആൾ കൂടി എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ കൂടെ ആൾ കുറഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. യേശുവിൻ്റെ അനുയായികൾ വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ അനുയായികൾ ഇല്ലാതായി എന്നാണ് അർത്ഥം. ഇയാൾ എന്തൊരു മനുഷ്യനാണ് ഇയാൾ! എന്തൊരു വലിപ്പമാണ് ഇദ്ദേഹത്തിന്! കൂടെ ഉണ്ടായിരുന്നവരെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് കൂടെ വളർത്തിക്കൊണ്ട് വന്നവരെ തന്നെക്കാൾ വലിയ ഒരു അഭിഷേകം വെളിപ്പെട്ട് വന്നപ്പോൾ കൊടുത്തിട്ട് അയാൾ ഇങ്ങനെ കൃതാർത്ഥനായി നിന്നു. അയാളുടെ മനസ്സിൽ ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, വളരേണ്ടത് വ്യക്തികളല്ല, ദൈവരാജ്യമാണ്. വളരേണ്ടത് വ്യക്തികളല്ല, ധ്യാനകേന്ദ്രങ്ങളല്ല, പ്രസ്ഥാനങ്ങളല്ല, മിനിസ്ട്രികളല്ല, ദൈവരാജ്യമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കെപ്പോഴും വലിയ സന്തോഷം തോന്നാറുണ്ട്. ആരെ കാണുന്ന പറയാ, ഈ വഴിവക്കിലൊക്കെ നിന്ന് യേശു ഏകരക്ഷകനാണെന്ന് പ്രസംഗിക്കുന്ന പെന്തക്കോസ്ത് ഉപദേശിമാരെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നാറുണ്ട്. ഞാൻ ഈ ആയൂര് ഭാഗത്തൂടെ ഒരിക്കൽ വണ്ടി ഓടിച്ച് ഒരു കൺവെൻഷന് ഞാൻ പോകുമ്പോൾ ഒരു ടാറ്റ നാനോ കാറിൽ ഒരു പാസ്റ്ററും ഭാര്യയും കൂടെ. പാസ്റ്റർ ഞാൻ ഇന്നലെ വെച്ച പോലെ ഒരു ലേപ്പൽ ഇങ്ങനെ ഒരു മൈക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അയാൾ ആ നാനോ കാർ ഓടിക്കുകയാണ്. ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇയാൾ പറയാണ്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് അയാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യ ആ ഇടതുവശത്തെ സീറ്റിലിരുന്ന് ഈ ലഘുലേഖകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് കൊതി സഹിക്കാൻ പറ്റിയില്ല, കൊതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാനിതിനെ ഓവർടേക്ക് ചെയ്തു. നാനോ കാറിനെ ഓവർടേക്ക് ചെയ്യുന്ന വലിയ കാര്യമൊന്നുമല്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്തു, ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി, ആ വഴി മുടക്കി നിർത്തി. എന്നിട്ട് ഞാൻ ഇങ്ങനെ നിർത്താൻ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് എന്താണെന്ന് പിടികിട്ടുന്നില്ല. അപ്പോൾ വണ്ടി ഓടിക്കുന്നത് ഞാനാണ്. അപ്പോൾ അതേ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ലോകയിട്ട് ഒരു കത്തോലിക്ക അച്ഛൻ ഇറങ്ങി വരുന്നു. അപ്പോൾ പാസ്റ്റർ ഉറപ്പിച്ചു, ഇയാളെന്തോ വഴക്കുണ്ടാക്കാനുള്ള, ഇയാളിപ്പോൾ ഉപദ്രവിക്കാനുള്ള പരിപാടിയാണ്. കത്തോലിക്ക അച്ഛൻ പെന്തക്കോസ്ത് പാസ്റ്ററെ വഴി തടഞ്ഞ് നിൽക്കുക. എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റാതെ വന്നിട്ടാണ് ഞാൻ ഇറങ്ങി ചെല്ലുന്നത്. ഞാൻ ചെന്ന് അവിടെ നിന്ന് പാസ്റ്ററുടെ അടുത്ത് പറഞ്ഞു, പാസ്റ്ററെ, ഞാനൊരു കത്തോലിക്ക അച്ഛനാണ്, ഞാനും ഒരു സുവിശേഷകനാണ്. ഒത്തിരി സന്തോഷം തോന്നി. പാസ്റ്റർ ഈ കാറ് ഓടിച്ച് ഭാര്യ ഇടതുവശത്തിരുന്ന് യേശു രക്ഷകനാണെന്ന് ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വണ്ടി ഓടിച്ച് പോന്ന് ഇതിങ്ങനെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ചെയ്യുന്ന സുവിശേഷ വില ഇതാ അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, പോക്കറ്റിൽ നിന്ന് പേഴ്സിൽ നിന്ന് കിട്ടിയത് എത്രയാണെന്ന് എണ്ണിയൊന്നുമില്ല. അത് മുഴുവൻ എടുത്തിട്ട് പാസ്റ്ററുടെ മടിയിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, സുവിശേഷ വേല ചെയ്യുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്.
ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ താമസിക്കുന്ന വെറ്റിനാടാണ്, ഇവിടെ ഒരു ഇതുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരണം, സുവിശേഷ വേലയ്ക്ക് എന്ത് സഹായം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കത്തോലിക്ക അച്ഛനാന്ന് വിചാരിച്ച് മാറി നിൽക്കരുത്. എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ചെയ്യുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? പാസ്റ്റർ കണ്ണൊക്കെ നിറഞ്ഞ് വളരെ ദൈവമേ, നമുക്ക് കത്തോലിക്ക അച്ഛൻ നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പാസ്റ്റർ ഭയങ്കര സ്നേഹത്തോടെ, വലിയ സ്നേഹത്തോടെ എന്നെ നോക്കുകയും കണ്ണ് നിറഞ്ഞ്. എൻ്റെ മനസ്സിൽ ആ ചിത്രമുണ്ട്. ഞാൻ പറയുന്നതെന്നറിയാം, ചെയ്തുകൊണ്ട് പറയുന്നതല്ല, എനിക്ക് സന്തോഷമുണ്ടെന്ന് ഞാൻ പറയുകയാണ്. അത് പറയുന്നതിനകത്ത് എനിക്ക് കുഴപ്പമില്ലല്ലോ, എനിക്ക് സന്തോഷമുണ്ട്. അതിന് ഏത് സഭയപ്പെട്ടവനാണെങ്കിലും യേശുവിനെ പ്രഘോഷിക്കുന്ന ഒരാളെ കണ്ടാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് പറയാൻ ഞാൻ ആരെയും ഭയക്കുന്നില്ല, എനിക്കതിന് പേടിയൊന്നുമില്ല. ഞാൻ ഈ കൺവെൻഷനൊക്കെ വഴിയോരത്തൊക്കെ ആളുകൾ ഇങ്ങനെ, നമ്മുടെ കൺവെൻഷൻ എല്ലാം സുരക്ഷിത സ്ഥലങ്ങളിലാണ്. ലോകത്തൊരു വിജാതിയും കേൾക്കാത്തതുപോലെയാണ് നമ്മൾ കൺവെൻഷൻ അറേഞ്ച് ചെയ്യുന്നത്. എന്നാൽ ഇവർ കൺവെൻഷൻ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവർ വഴിവക്കിൽ പോകുന്ന വഴിക്ക്, ഇവിടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വഴിവക്കിൽ വലിയ പന്തലൊക്കെ കെട്ടി അവിടെ നിന്നാണ് അവർ പ്രസംഗിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ വണ്ടി നിർത്തി അവിടെ ഇറങ്ങി ഞാനും ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കും. സന്തോഷം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് പരസ്യമായിട്ട് ഇതാ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കില്ലാത്തതാണ്, അത് നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലാവുന്നില്ലേ? നമുക്ക് ഇതൊക്കെ പേടിയാണ്, പേടി. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് കേരളത്തെ മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് സുവിശേഷം അറിയിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ കത്തോലിക്ക സഭയ്ക്കുണ്ട്. ഒറ്റ ദിവസം തികച്ചു വേണ്ട. കേരളത്തെ മുഴുവൻ സുവിശേഷം അറിയിക്കാനുള്ള സംവിധാനങ്ങൾ കത്തോലിക്ക സഭയ്ക്കുണ്ട്. പക്ഷേ ഉപയോഗിക്കത്തില്ല. കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ പള്ളി, പട്ടക്കാരൻ, മെത്രാൻ എന്ന് ചിന്തിക്കരുത്. നിങ്ങളെ ഉൾപ്പെടുത്തി ഞാൻ പറഞ്ഞേ. കത്തോലിക്ക കുടുംബങ്ങൾ, അത് ഉൾപ്പെടെ സംവിധാനങ്ങൾ, കുടുംബങ്ങൾ ഉൾപ്പെടെ സഭയ്ക്ക് എല്ലാ സംവിധാനവും ഉണ്ട്. ലോകത്തെ മുഴുവൻ സുവിശേഷം അറിയിക്കാൻ, കേരളത്തെ മുഴുവൻ സുവിശേഷം അറിയിക്കാൻ. പക്ഷെ ചെയ്യത്തില്ല. എന്തോ വലിയ നാണക്കേടാണെന്ന് വിചാരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഈ സഭ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മലങ്കര കുർബാനയിൽ കർത്താവേ നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകി യോഹന്നാനും പറഞ്ഞാണ് പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നത്. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ്. അതുപോലെ മാത്രമല്ല, മലങ്കര പള്ളികളിൽ എപ്പോഴും ഈ ഒരു ഓൾട്ടർ, ഒരൾത്താര സ്നാപയോഹന്നാന് പ്രതിഷ്ഠിച്ചതായിരിക്കും. മനസ്സിലായോ? അതായത് എന്താണ് പരിശുദ്ധ അമ്മ സ്നാപയോഹന്നാൻ, പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ ഈ സഭയുടെ ലിറ്റർജിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരാൾ സ്നാപയോഹന്നാനാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണ്, എന്താ കാര്യം എന്നറിയാമോ? അതിൻ്റെ കാര്യം ഇതാണ്. ഈ യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ സഭയെന്ന് പറയുന്ന ആ ദൈവിക യാഥാർത്ഥ്യത്തിൻ്റെ ഈ ദീപം തെളിച്ചതാരാണ്? ഈശോയാണ്. പക്ഷെ ഈശോയിലേക്ക് ഈ ദീപം തെളിച്ചതാരാ? സ്നാപക യോഹന്നാനാണ്. സഭയ്ക്ക് യോഹന്നാനെ മറന്ന് ഒരു അസ്തിത്വമില്ല. ആദ്യമായിട്ട് തൻ്റെ കൂടെ നടന്നവരോട് പറഞ്ഞു, എൻ്റെ കൂടെ നടക്കണ്ട, ദാ പൊക്കോ, ദാ ദൈവരാജ്യം അവിടാന്ന് പറഞ്ഞു, പൊക്കോ. ഈ ദീപം ആദ്യമായി കൊളുത്തിയത് യോഹന്നാനാണ്. അങ്ങനെ ജോർദാന്റെ കരയിൽ അയാൾ ഇങ്ങനെ തന്നെ നിന്നു. നമുക്ക് സ്നേഹിതർ കൂടുന്നതല്ല ദൈവരാജ്യത്തിൻ്റെ വളർച്ച, യേശുവിന് സ്നേഹിതർ കൂടുന്നതാണ്. ഡാനിയലച്ചൻ്റെ ഫ്രണ്ട് സർക്കിൾ വർദ്ധിക്കുന്നതല്ല ദൈവരാജ്യത്തിൻ്റെ വളർച്ച, യേശുവിൻ്റെ സർക്കിൾ കൂടുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായിരുന്നു യോഹന്നാൻ്റെ മിനിസ്ട്രി. എനിക്ക് എപ്പോഴും ഇതൊക്കെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നതെന്നറിയാം, നിങ്ങൾ ഈ പ്രീസ്റ്റ് ഹോമിൽ ഇടയ്ക്ക് പോകണം. പറ്റുമെങ്കിൽ പ്രായമുള്ള അച്ഛന്മാർ താമസിക്കുന്ന പ്രീസ്റ്റ് ഹോമുകളുണ്ട്, എല്ലാ രൂപതയിലും ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു വിശേഷ അവസരം വരുമ്പോൾ ഈ പ്രീസ്റ്റ് ഹോമിൽ പോയി പ്രായമുള്ള അച്ഛന്മാരെ കാണണം. എന്തെന്നറിയാമോ? അതായത് ദൈവരാജ്യത്തിന് ആളെ കൂട്ടിയിട്ട് ആരും തിരക്കാനില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന സ്നാപയോഹന്നാന്മാരാണ് പ്രീസ്റ്റ് ഹോമിലെ പ്രായമുള്ള നമ്മുടെ അച്ഛന്മാർ. അവിടെ തിരിഞ്ഞു പോകാനൊന്നും ആരുമില്ല. ഇങ്ങനൊരു വരിയുണ്ട്, ആരോ വരാനായി തുറന്നു വെക്കാറുണ്ട് വാതിൽ, വരുകിൽ ഒരിക്കലുമെങ്കിലും. വാതിൽ ഞാൻ തുറന്നിട്ടിരിക്കുകയാണ്, ആരോ വരുമെന്ന് വിചാരിച്ച്. പക്ഷെ ആരും വരാനൊന്നുമില്ല. അപ്പോൾ ഈ പ്രീസ്റ്റ് ഹോമിലെ അച്ഛന്മാരെ വാതിലൊക്കെ തുറന്നിട്ടിരിക്കുക, ആരും വരുത്തൊന്നുമില്ല. കാരണം അവരുടെ കാലം കഴിഞ്ഞില്ലേ. സ്നാപയോഹന്നാന്മാരാ യേശുവിൻ്റെ കൂടെ ആളെ പറഞ്ഞു വിട്ടിട്ട്
ജോർദാൻ്റെ കരയിൽ ഒറ്റയ്ക്ക് നിന്ന സ്നാപയോഹന്നാന്മാർ. പോകണം കേട്ടോ, പ്രീസ്റ്റ് ഹോമിൽ ഇടയ്ക്ക് പോകണം. പോയി പ്രായമുള്ള അച്ഛന്മാരെ കണ്ടിട്ട് സുഖമാണോ, എന്നാ ഉണ്ട്, അച്ഛൻ എന്തെങ്കിലും വേണോ, സുഖമുണ്ടോ, ഉടുപ്പ് വേണോ, എന്തെങ്കിലുമൊക്കെ സമ്മാനമൊക്കെ വാങ്ങിച്ച് 2 ഓറഞ്ചൊക്കെ വാങ്ങിച്ച് പോണം. ഒരു ജീവിതം മുഴുവൻ ദൈവരാജ്യത്തിന് വേണ്ടി വ്യയം ചെയ്തിട്ട് ആർക്കും വേണ്ടാതെ കിടക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സ്നാപക യോഹന്നാൻ, ഇതൊക്കെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ എന്തോ ഒരു ധന്യമായിട്ട് ജീവിക്കുന്ന ജീവിതങ്ങളാണ്. ഞാൻ പാലായിൽ എപ്പോൾ പോയാലും അവിടെ പ്രീസ്റ്റ് ഹോമിൽ പോകും, കുമ്പസാരിക്കാൻ പോകുന്നതാണ്. അപ്പോൾ എന്തോ ഒരു രസമാണ് അച്ഛന്മാർ, പ്രായമുള്ള അച്ഛന്മാർ. ഇവിടെയും പോകും, ഇവിടെയും ഞാൻ കുമ്പസാരിക്കാൻ അവിടെയാണ് പോകുന്നത്. സ്ഥിരമായിട്ട് കുമ്പസാരിക്കുന്ന ഒരു അച്ഛൻ അവിടെയാണ്. അച്ഛന്മാരിങ്ങനെ ഇരിക്കുകയാണ്, പ്രായമുള്ള അച്ഛന്മാർ. മനസ്സിലായി? വെറുതെ പോയി മുട്ടുകുത്തിയിട്ട് ഒരഭിഷേകം വാങ്ങിക്കണം. എൻ്റെ കൂടെയുള്ള ഒരു സഹോദരൻ പ്രായമുള്ള ഏതച്ഛനെ കണ്ടാലും വെറുതെ വിടത്തില്ല, ബോർഡിൽ പോയി മുട്ടുകുത്തി അഭിഷേകം വാങ്ങിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൂട്ടായ്മയിൽ വേറൊരാളൊരു സന്ദേശം പറയുകയാണ്, എടാ നിൻ്റെ തലയിൽ 102 വയസ്സുള്ള ഒരു അച്ഛൻ്റെ ഒരു അഭിഷേകം കിടക്കുന്നുണ്ടോ. അപ്പോൾ മറ്റേ ആൾ കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ 102 വയസ്സുള്ള ഒരച്ഛൻ്റെ അടുത്ത് പോയി മുട്ടുകുത്തി പ്രാർത്ഥന വാങ്ങിച്ചായിരുന്നു, 2-3 ദിവസം മുമ്പ് ആ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞു. തലേ കിടക്കുമത്. ഒരായുസ് മുഴുവൻ ദൈവവേല ചെയ്ത മനുഷ്യരുടെ അനുഗ്രഹം വാങ്ങിച്ചോണം. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഈ ധ്യാനഗുരുക്കന്മാരോട് പറയാൻ നടക്കുന്നതിന് പകരം അവിടെയൊക്കെ പോയി അനുഗ്രഹം വാങ്ങി. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഒരു 10 ധ്യാനഗുരു ഒരുമിച്ച് തലയെ കൈവയ്ക്കുന്നതിൻ്റെ ഗുണം കിട്ടും പ്രീസ്റ്റ് ഹോമിലെ ഒരു അച്ഛൻ തലയെ കൈവച്ചാൽ. മനസ്സിലായോ? അതുകൊണ്ട് എൻ്റെ അടുത്തൊന്നും വരരുത് പ്രാർത്ഥിക്കാൻ. ഇനി എത്ര പേരുണ്ട് വരാൻ? പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പറഞ്ഞാലും ഒരു മതിയാവത്തില്ല. ഈ യോഹന്നാനെ കുറിച്ചൊക്കെ എന്തോ ഒരു മനുഷ്യരാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെ യേശുവിന് അനുയായികൾ വർദ്ധിച്ചപ്പോൾ യോഹന്നാൻ്റെ അനുയായികൾ കുറഞ്ഞു. അങ്ങനെ ഈശോയെ പരിചയപ്പെടുത്തി വായിക്കാം. 37. അവൻ പറഞ്ഞത് കേട്ട്, വേഗം വായിച്ചു. അവൻ പറഞ്ഞത് കേട്ട് അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ പറഞ്ഞു, റബ്ബി, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്ന് കാണുക. എന്തുകൊണ്ടാണ് വന്ന് കാണാൻ പറഞ്ഞേ? എന്താ? കർത്താവ് പറയാണ്, നിങ്ങൾ തിരക്കേണ്ടത് ഒരു സ്ഥലമല്ല, ഒരു ആളെയാണ്. നിങ്ങൾ തിരക്കേണ്ടത് ഒരു സ്ഥലമല്ല, ഒരാളെയാണ് നിങ്ങൾ തിരക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ സ്ഥലം അഡ്രസ്സ് തന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ വന്ന് കാണുക, എൻ്റെ കൂടെ താമസിക്കുക. അങ്ങനെ അവർ പോയി യേശുവിൻ്റെ കൂടെ താമസിച്ചു. അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, അപ്പോൾ 10-ാം മണിക്കൂറായിരുന്നു. 10-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ വൈകിട്ട് ഇന്ത്യൻ സമയം 4 മണി. യോഹന്നാൻ ഓർത്തിരിക്കുകയാണ് ആ സമയം. യേശുവിനെ ആദ്യമായി കണ്ട നിമിഷം യോഹന്നാൻ ഓർത്തിരിക്കുകയാണ്. 4 മണി. അങ്ങനെ അവർ പോയി അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടൊത്ത് താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. യോഹന്നാൻ 1:40 മുതൽ 42 വരെ. ഇനി രണ്ടാമത്തേത് യോഹന്നാൻ 6:8-9. രണ്ടാമത്തേത് ജോൺ 6:8-9. യോഹന്നാൻ 6:8-9 എന്ന് പറഞ്ഞാൽ എന്താ അത്? അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഈശോ ചോദിച്ചില്ലേ, ഇവർക്ക് നിങ്ങൾ തന്നെ അപ്പം കൊടുക്കണം. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ തന്നെ അപ്പം കൊടുക്കണം. ഉടനെ ഫിലിപ്പോസ് എന്താ മറുപടി പറഞ്ഞു? 300 ദിനാറൊക്കെയുള്ള അപ്പം വാങ്ങിച്ചാൽ പോലും ഇത് ആർക്കും തികയില്ല എന്ന് പറഞ്ഞ് അതിനെ മുടക്കാൻ നോക്കി. ഉടനെ അന്ത്രയോസ് പറഞ്ഞു, കർത്താവേ വിഷമിക്കണ്ട, ഞാൻ ഒരുത്തനെ കണ്ടുവച്ചിട്ടുണ്ട്. അവൻ്റെ ആ കൊച്ചി ഇറക്കാനാണ്, അവൻ്റെ ബാഗിൽ 5 അപ്പവും 2 മീനും ഞാൻ കണ്ടു, അത് ഞാൻ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. അതായത് ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് അന്ത്രയോസ് ആരെയാണ് കൊണ്ടുവരുന്നത്? ഈ ഭാഗത്ത് അന്ത്രയോസ്, ഇപ്പോൾ നമ്മൾ ആദ്യം വായിച്ച 1-ാം അധ്യായത്തിൽ അന്ത്രയോസ് ആരെയാണ് കൊണ്ടുവരുന്നത്? പത്രോസിനെ. 6-ാം അധ്യായത്തിൽ ആരെയാണ് കൊണ്ടുവരുന്നത്? ഈ ബാലനെ. ഇനി അടുത്ത എപ്പിസോഡ് 12-ാം അധ്യായം 20 മുതൽ 22 വരെ. 12, 20 മുതൽ 22 വരെ കേട്ടാൽ മതി, വായിക്കണ്ട, എന്നെ നോക്കിക്കേ. തിരുനാളിന് വന്ന ആളുകളുടെ കൂട്ടത്തിൽ കുറച്ച് ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു. അവർ യേശുവിനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അത് എന്ന് ഫിലിപ്പോസിനോടും അന്ത്രയോസിനോടും പറഞ്ഞു. അന്ത്രയോസ് എന്ന് കർത്താവിനോട് പറഞ്ഞു, ഗ്രീക്കുകാരെ നിന്നെ കാണാൻ എപ്പോണ്ടെന്ന് പറഞ്ഞ് ഗ്രീക്കുകാരെ കൊണ്ടുവന്ന് നിൽക്കുകയാണ്. അന്ത്രയോസ് എപ്പോഴും യേശുവിൻ്റെ അടുത്ത് ആളെ പിടിച്ചുകൊണ്ട് വരുന്ന ആളായിരുന്നു. ഈ 3 എപ്പിസോഡിലും
മനസ്സിലായോ? ഈശോ പറയുന്നില്ലേ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവര്, അത് നിങ്ങൾ ശ്രദ്ധിച്ചേ, മനുഷ്യരെ പിടിക്കുന്നവർ. ഒരു അഭിഷേകം കിട്ടും, ശ്രദ്ധിച്ചോ, ഒരു അഭിഷേകം കിട്ടും. ആഗ്രഹിക്കുന്നവർക്കെല്ലാം കിട്ടും. എന്തെന്നറിയാമോ? കർത്താവിനോട് ചോദിക്കണം, കർത്താവേ മനുഷ്യരെ പിടിക്കാനുള്ള ഒരു അഭിഷേകം തരണേന്ന് ചോദിക്കണം. അതെന്ത് അഭിഷേകം എന്നറിയോ? ചോദിച്ചോണേ, എന്ത് അഭിഷേകം എന്നറിയോ? ഹൃദയങ്ങൾ കീഴടക്കാനുള്ള ഒരു അഭിഷേകം. ഇത് ഇങ്ങനൊരു വാഗ്ദാനം കിടപ്പില്ലേ? വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും, അല്ലേ? അടയാളം ഉണ്ടായിരിക്കും. അവർ സർപ്പങ്ങളെ, അതല്ലല്ലോ, അവർ സർപ്പങ്ങളെ, അതല്ലേ പറഞ്ഞ, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. സർപ്പങ്ങളെ കയ്യിലെടുക്കും. ശ്രദ്ധിക്കണം, സർപ്പം എന്ന് പറഞ്ഞാൽ എന്താ? സർപ്പം എന്ന് പറഞ്ഞാൽ അപകടകാരിയായ, വിഷമുള്ള, കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മനുഷ്യർ. അതാ സർപ്പം. അഭിഷേകമുള്ളവൻ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവനെ കയ്യിലെടുക്കും. പിടികിട്ടിയ അർത്ഥം? പാമ്പിനെ കയ്യിലെടുക്കും എന്ന് പറഞ്ഞാൽ അണലിയുടെ മാളത്തിൽ കൈയിടുമെന്നല്ല, മറിച്ച് പാമ്പിനെ കയ്യിലെടുക്കും എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യാൻ ഡിഫിക്കൽട്ടായ ആളുകളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു അനോയിന്റിങ്. ചോദിക്ക്. കിട്ടിയവനെ കൈകാര്യം ചെയ്യാൻ പറ്റും, ഭാര്യയെ കൈകാര്യം ചെയ്യാൻ പറ്റും, മക്കളെ കൈകാര്യം ചെയ്യാൻ പറ്റും, വീട്ടിൽ ചെയ്യാൻ പറ്റും, ആദ്യം ഇത്, പിന്നെ നാട്ടിൽ ചെയ്യാൻ പറ്റും. ഡിഫിക്കൽട്ടായ ആളുകളെ ഹാൻഡിൽ ചെയ്യാനുള്ള അഭിഷേകം. പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഇതാണ് ശരിക്കും നമുക്ക് വേണ്ടത്. നാട്ടിലും വീട്ടിലും എല്ലാം ബുദ്ധി പ്രയാസമുള്ളവരെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു അഭിഷേകം. ചോദിക്കണേ, ചോദിച്ച് പ്രാർത്ഥിച്ചോണം, പരിശുദ്ധാത്മാവേ എനിക്ക് മനുഷ്യരെ പിടിക്കാൻ. അങ്ങനെ വാഗ്ദാനം കിടപ്പുണ്ട്. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. എന്നോട് ചോദിച്ചോളാനാ പറഞ്ഞത്, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി. സങ്കീർത്തനം 2:8, 2:6 മുതൽ താഴോട്ട് വായിക്കണ്ട, കേട്ടാൽ മതി, നേരമില്ല. അതായത് എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചോദിച്ചോണം. അമ്മമാര്, അച്ഛന്മാര്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എല്ലാം പെട്ടെന്ന് ഒത്തിരി ചോദിക്കേണ്ട കാര്യമാണ് ഇത്. കർത്താവേ ഹൃദയങ്ങളെ കീഴടക്കാൻ ഒരു അഭിഷേകം തരണേ. എവിടെ പോയാലും എവിടെ ചെന്നാലും ഹൃദയങ്ങളെ മെരുക്കാനുള്ളൊരു അഭിഷേകം. അത് ഇടവകയിലൊരു വികാരിച്ചിന് കിട്ടിയാൽ ആ നാട് ശാന്തമായി. മെരുങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരെ മെരുക്കുന്ന ഒരു അഭിഷേകം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അന്ത്രയോസിന്റെ സ്വഭാവം അതാണ്, മനുഷ്യരെ പിടിക്കാൻ ഭയങ്കര മിടുക്കനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? നേരെ ചെന്നിട്ട് അദ്ദേഹം പത്രോസിന്റെ അടുത്ത് എന്ന് പറഞ്ഞു. അവൻ ശിമയോനെ കണ്ടിട്ട് അവനോട് പറഞ്ഞു, ഞങ്ങൾ ഈശോയെ കണ്ടു, മിശിഹായെ കണ്ടു. മിശിഹായെ കണ്ടു എന്ന് പറഞ്ഞത് അത്രയും ആകർഷകമായ ഒരു പറച്ചിലായിരുന്നത് കൊണ്ട് ശിമയോൻ പറഞ്ഞു, യോ എനിക്കൂടെ കാണണമെന്ന് പറഞ്ഞു. നമ്മുടെയൊക്കെ പറച്ചിൽ അത്രയും അനാകർഷകമായതുകൊണ്ട് നമ്മൾ എത്ര പറഞ്ഞിട്ട് ആളുകൾ പറയാണ്, ഞങ്ങൾക്കൊന്ന് കാണണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് ഈ മനുഷ്യരെ പിടിക്കാൻ അഭിഷേകം വേണം, എന്നാലേ ആളുകൾക്ക് നമ്മൾ പറയുന്ന യേശുവിനെ കാണണമെന്ന് തോന്നൂ. അപ്പൊ അന്ത്രയോസിന് ആ കൃപയുണ്ടായിരുന്നു. അന്ത്രയോസ് എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മിശിഹായെ കണ്ടു, നീ വരാൻ പറഞ്ഞോ? അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പത്രോസ് പറഞ്ഞു കാണും, അല്ലേ? പത്രോസ് പറഞ്ഞോ, നീ വാടാ, എനിക്ക് 100 ജോലിയുണ്ട്, നീ ഇവിടെ മീൻ പിടിക്കാൻ കിടക്കുന്നതിനിടയിൽ മര്യാദയ്ക്ക് നീ എന്നും പറഞ്ഞ് പത്രോസ് നിരുത്സാഹപ്പെടുത്തിയില്ല. പത്രോസ് പറഞ്ഞു, എല്ലാം കളഞ്ഞിട്ട് എനിക്കും കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, പത്രോസിനെ കണ്ട ഉടനെ പറയാണ്, നീ യോഹന്നാന്റെ പുത്രനെ ശിമയോനാണ്, കേപ്പാ പാറ എന്ന് നിങ്ങളൊരു കാര്യം നോക്കിയേ. അതായത് യേശു നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ എന്താണെന്നല്ല അവൻ നോക്കുന്നത്, എന്താക്കാം എന്നാണ് അവൻ നോക്കുന്നത്. മനസ്സിലായി? ഇപ്പം നിങ്ങൾ ഈ ധ്യാനകേന്ദ്രത്തിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ ഇന്നലെ വരെ എന്തായിരുന്നു എന്നല്ല ദൈവം നോക്കുന്നത്, നിങ്ങളെ എന്താക്കാം. നോട്ട് യുവർ ആക്ച്വാലിറ്റി ബട്ട് യുവർ പോസിബിലിറ്റി. Not the real state where you are in, but the future stage where you are going to be. മനസ്സിലായില്ലേ? യുഗോസ്ലവിയയിൽ നിന്ന് 12 വയസ്സുള്ള ഒരു പെൺകുട്ടി മിഷണറിമാരുടെ കൂടെ യാത്ര തിരിക്കുമ്പോൾ കർത്താവ് കണ്ടത് ഈ 8 തിരിയാത്ത 12-കാരിയെ അല്ല, കൽക്കട്ടയുടെ പുഴുക്കുത്തേറ്റ തെരുവുകളിൽ പ്രകാശമായിട്ട് മാറുന്ന മദർ തെരേസയാണ്. ഞങ്ങളെ പോലെ ആടുന്ന ശിമയോനെയല്ല കണ്ടത്, വത്തിക്കാന്റെ വധക്കുന്നിൽ തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെടാൻ ഊഴം കാത്തു നിൽക്കുന്ന പത്രോസിനെയാണ്. ദമാസ്കസിന്റെ നഗരകവാടത്തിൽ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീഴുന്ന സാവൂളിനെ അല്ല, നീറോ നീട്ടിപ്പിടിച്ച വാളിന്റെ മുമ്പിലേക്ക് ധൈര്യപൂർവ്വം നടന്നു നീങ്ങുന്ന പൗലോസിനെയാണ് കണ്ടത്. നീ ഇപ്പോൾ എന്താണെന്നല്ല, ആത്മാവ് കാണുന്നത് നീ എന്താകുമെന്നാണ്. എന്താകും? വചനം പറയുന്നത് എന്നറിയാം, ഒരിക്കൽ നമ്മൾ അവനെ പോലെയാകും. ഒരിക്കൽ ഇപ്പോ വിഷമിക്കണ്ട, ഇപ്പോ നമ്മൾ ഒറ്റിക്കൊടുക്കുന്നവരാണ്, തള്ളിപ്പറയുന്നവരാണ്, വീണുപോകുന്നവരാണ്. വിഷമിക്കണ്ട. കർത്താവ് പറയാണ്, ഒരിക്കൽ നിങ്ങൾ അവനെ പോലെയാകും. പറഞ്ഞേ ഹല്ലേലൂയ.
ഇതിനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് പ്രത്യാശ. പ്രത്യാശ. ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. അതുകൊണ്ട് പത്രോസിനെ കണ്ടു കഴിയുമ്പോഴേക്കും ശിമയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? അൺറിലയബിൾ എന്നാണ്. അൺറിലയബിൾ എന്ന് പറഞ്ഞാൽ നമ്പാൻ കൊള്ളാത്തവൻ എന്നാണ് ശിമയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം. എങ്ങോട്ട് വേണേലും വളയും. കയ്യാലപ്പുറത്തിരിക്കുന്ന തെങ്ങവരാണ്, അങ്ങോട്ടും വീഴും ഇങ്ങോട്ടും വീഴും. നമ്പാൻ കൊള്ളാത്തവൻ ശിമയോൻ. പത്രോസോ പാറ. കണ്ടോ, അതാണ് സാധ്യത. ഈ ഞാങ്ങണ പോലെ വളയുന്നവനെ പാറ പോലെ ഉറപ്പുള്ളവനാക്കുന്ന ഒരു അഭിഷേകത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്.